ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുകൊള്ളി. ഡേ 1 ലക്ഷ്യയുടെ വ്ലോഗ് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ബ്ലാക്ക് ഷർട്ടാണ്. അപ്പോൾ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്, സോ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ കാലത്ത് തന്നെ ഒരു നല്ല ലക്ഷണമാണ് കണ്ടത്, കാരണം നമ്മൾ ആന ഒരു ഗുഡ് സൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ് എൻട്രൻസ്. ലക്ഷ്യ ആദ്യമായിട്ടാണ് കോളേജിൽ പരിപാടി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വരി നിൽക്കണം. അപ്പോൾ നമ്മുടെ ID കാർഡിൽ QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പറാണ്, അത് സ്കാൻ ചെയ്താൽ മാത്രമാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തു. നമ്മുടെ ബൗൺസേഴ്സ് ചേട്ടന്മാർ നമ്മുടെ ഫോണും നോക്കിയിട്ട് സ്കാൻ ചെയ്തു, എന്നിട്ട് നമ്മൾ കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാർമസി ബ്ലോക്കിലെ ഓരോ റൂമിൽ നമുക്ക് കയറാം ഗായ്സ്. ലക്ഷ്യയുടെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് അതൊരു ഇൻ്റർ കോളേജ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിൽ 50+ ഗെയിംസും 10+ എക്സിബിഷൻ ഹാള് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാർമസി ബ്ലോക്ക്. അപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്തത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മിസ്സുമാരാണ്. അപ്പോൾ മിസ്സുമാരിൽ നമ്മൾ എടുത്തു പറയണത് നമ്മുടെ റസ്ല മിസ്സാണ്. റസ്ല മിസ്സിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് മാത്രമല്ല, എല്ലാ മിസ്സുമാരും ഒരേപോലെ സപ്പോർട്ടും എല്ലാവരും ഹെൽപ്പും കൊണ്ട് മാത്രമാണ് ലക്ഷ്യയുടെ ഇങ്ങനത്തെ സെറ്റപ്പ് റെഡിയാക്കിയത്. ഇത് ഓരോ കോമ്പൗണ്ട്സാണ്. ഓരോ കോമ്പൗണ്ട്സും കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞ, പച്ച, ചോപ്പ, നീല, കറുപ്പ് എല്ലാ കളറും ഉണ്ട്. ശരിക്കും നമ്മളൊരു പച്ചക്കറി കടയിലേക്ക് കയറിയെന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ, അതുപോലെയാണ്. എല്ലാ കളറും കാണും. അപ്പോൾ നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. ഞാൻ ആദ്യം കാണിച്ചത് ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇപ്പോൾ കാണിക്കുന്നത് ഫാർമക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ ക്ലിനിക്കൽ സ്റ്റഡീസാണ്. അപ്പോൾ ഇത് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഓരോന്നുണ്ടാക്കണം. ഇത് ഫാർമക്കോഗ്നസി ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഡ്രഗ്സിനെ കുറിച്ചും പിന്നെ അവിടുത്തെ ഇതും HPLC HTLC അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു എക്സിബിഷൻ പോലെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് GLPC GPCR അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് കുറേ കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഈ എക്സിബിഷൻ ഹാളിൽ ജസ്റ്റ് ഡിസ്പ്ലേ പോലെ വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം നമ്മളെല്ലാം വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്തു, അവർക്കും സന്തോഷം നമുക്കും സന്തോഷം. ഇതാണ് എൻട്രൻസിൽ അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ ഗസ്റ്റ് വന്നിട്ടില്ല. ഗസ്റ്റ് നമ്മുടെ ആരാന്നറിയോ ഗായ്സ്? ഗസ്റ്റ് നമ്മുടെ മാത്തുകുട്ടിയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അടിയിൽ പോയപ്പോഴാണ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടത്. ഇത് എനിക്കറിയാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫാർമസി പ്രാക്ടീസ്. ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഫാർമസി പ്രാക്ടീസിന് ഹെഡ് എന്ന് പറഞ്ഞാൽ വിജയ് സാർ അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഓരോന്ന് കൊടുക്കാമെന്ന്, എങ്ങനെ ചെയ്യണം എവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ RX ഫാർമസി, നമ്മുടെ ഫ്രണ്ട് സ്റ്റോർ. ഇതാണ് ഒരു സെറ്റപ്പ് ചെയ്തത് നമ്മുടെ ഒരു ഫാർമസി സ്റ്റോർ എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ്. RJ മാത്തുകുട്ടിയുടെ ബാക്ക് മാത്രം നമുക്ക് കിട്ടിയുള്ളൂ, കാരണം ആൾ തിരക്കിലായിരുന്നു. ഇതാണ് നമ്മുടെ ക്യാൻറ്റീനൊക്കെ നല്ല പള്ളിപ്പെരുന്നാൾ പണിത പോലെ വച്ചിരിക്കണം. ക്യാൻറ്റീനുള്ളിലൊക്കെ നല്ല തിരക്കാണ്, കാരണം വേറെ ഒരു സ്ഥലം ഇപ്പോൾ തുറന്നിട്ടില്ല. നമുക്കിരിക്കാൻ പറ്റിയ ആകെ സ്ഥലം ക്യാൻറ്റീനാണ്. അപ്പോൾ ക്യാൻറ്റീനിലൊക്കെ പുറത്തുനിന്നും അകത്തുനിന്നും കുറേ പിള്ളേർ ഉള്ളിലേക്കും കയറുന്നുണ്ട്, പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, അവിടെ യുണീക്കായിട്ടുള്ള ഓരോ QR കോഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ സ്ഥലത്തും ഓരോ സെൽഫി സ്പോട്ട് ഉണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഗായ്സ്. ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് സൈഡ് വ്യൂ. അവിടെ മോമോ ബഗ്ഗിയുണ്ട് കഴിക്കാൻ, പിന്നെ കുടിക്കാൻ ജ്യൂസ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഉള്ളിലാണ് കൂടുതലായിട്ട് ചെയ്തത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ പോലെ ഓരോ സ്പോൺസേഴ്സാണ്. ബ്രൈഡൽ വെയർ, പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്പോൺസറുണ്ട് നമ്മുടെ ലക്ഷ്യയുടെ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. ലക്ഷ്യയുടെ പരിപാടി നടത്തുന്നത് മെയിൻ സ്റ്റേജിലാണ്. അപ്പോൾ നിർമ്മലയുടെ ഭാഗമായിട്ടാണ് ലക്ഷ്യം നടത്തുന്നത്. കുറേ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പരിപാടി തുടങ്ങാറായി. അപ്പോൾ അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി. ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ് ആൻഡ് അടുത്തതായി നമ്മൾ മൾട്ടിമീഡിയയുടെ അവിടേക്ക് പോയി. അവിടെ അനൗൺസ്മെന്റ് ഒക്കെ നടക്കുക. അത് കാരണം ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൾട്ടിമീഡിയയിൽ പോയപ്പോഴാണ് നോക്കിയേ, ഷമ്മി ഹീറോ ആടാ. ഷാജേട്ടാ അവളെ ഷമ്മി ഹീറോ ആടാ, ഹീറോ മുതലാളി
എൻ്റെ ബാലകൃഷ്ണ. ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്പുവിന് തോന്നിയത്. അപ്പം തന്നെ പോയി ബിരിയാണി വാങ്ങിച്ചു. 100 രൂപയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ തൊട്ടപ്പുറത്ത് ബ്രിഡ്ജ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ലക്ഷ്യയുടെ മെയിൻ പീരീഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഇവിടെ ഒക്കെ എല്ലായിടത്തും ഓരോരോ കോമ്പറ്റീഷനാണ്. തൊട്ടവിടെ അപ്പുറത്താണ് നമ്മുടെ ഫുട്ബോൾ കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് കാലത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ എക്സിബിഷൻ ആൾ പോലത്തെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിൽ നല്ല നോക്കിയ ഫ്ലൂറസൻ്റ് വെച്ച് സെറ്റപ്പ് ചെയ്തതാണ്. ഫുൾ സെറ്റപ്പ് നല്ല രസം കാണാൻ. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഡാർക്ക് റൂമിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരവസ്ഥ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അതുപോലത്തെ ഉള്ളിൽ. അപ്പോൾ അവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം തൊട്ടപ്പുറത്ത് തന്നെ കണ്ട നമ്മുടെ എന്ത് രസം കാണാൻ. നോക്കിയേ, ഇതൊക്കെ ഓരോ കെമിക്കൽസും ഓരോ ഇൻഡിക്കേറ്റേഴ്സൊക്കെയാണ്. അപ്പം മിസ്സാണ് ഇതിൻ്റെ മേൽനോട്ടം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അടുത്തതായി വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഐസ്ക്രീമും ഇതൊക്കെ എല്ലാം സെറ്റപ്പും ഉണ്ട്. നെക്സ്റ്റ് അവിടെ വില എങ്ങനെയാണ് മോമോ വഗിലത്തെ ഫുഡിങ്ങിൻ്റെ സെറ്റപ്പ്. നെക്സ്റ്റ് നമ്മൾ കയറിയത് MBA ബ്ലോക്കിലാണ്. അപ്പോൾ MBA ബ്ലോക്കിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ വീഡിയോ നമ്മളെടുത്തു. കാരണം നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും കയറാം, കാരണം എല്ലായിടത്തും എക്സിബിഷൻ ആളാണ്. അപ്പോൾ നമ്മൾ ചെന്നത് നേരെ തന്നെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമുക്ക് പസിലാണ് കിട്ടിയത്. അപ്പോൾ 3 മിനിറ്റ് ആയിരുന്നു ടൈം. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങി. അവർ പറഞ്ഞു 3 മിനിറ്റിനുള്ളിൽ ചെയ്യണം, ഇതാണ് അതാണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇനി ഒരു 3 മിനിറ്റ് നമ്മൾ ആദ്യം ഞാൻ ഈ എൻറ്റിൽ നിന്നായിരുന്നു ചെയ്തത്. പിന്നെ 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 കസാര ഇട്ടു. കാരണം നമുക്ക് മനസ്സിലായി കുറച്ച് അധികം നേരം സമയം ചെയ്യണം. കാരണം ഇതൊരു പസിലാണ്, നമുക്ക് വേണ്ടത് പസിലായിട്ട് ഫുള്ള് കിട്ടണം. മൂന്ന് മിനിറ്റ് ആയിരുന്നു ടൈം തന്നെ. നമ്മുടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റായി, 10 മിനിറ്റായി. പക്ഷെ നമ്മൾ തളരില്ല. കാരണം നമ്മളൊരു കാര്യത്തിൽ കയറിയെന്ന് വെച്ചാൽ അത് നമ്മളെ തീർത്തേ പോവും. കാരണം നമ്മളങ്ങനെ ആയിപ്പോയി. കാരണം അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഗെയിം തോൽവിയാണോ ജയമാണോ ഒന്നും നോക്കണ്ട. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടും ഫുൾ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് കട്ടിയും നമ്മൾ വെച്ച് നമ്മുടെ ഗെയിം ഫിനിഷ് ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു. ഇതാണ് മെയിൻ സ്റ്റേജിൻ്റെ ബാക്ക് വ്യൂ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. നമ്മളിനി ബസ്സിലാണ് പോകേണ്ടത്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന നേരത്താണ് നമുക്ക് ദാഹം തോന്നിയത്. അപ്പോൾ തന്നെ നേരെ നമ്മൾ അവിടെ പോയിട്ട് സർബത്ത് കുടിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗൈസ്.